സാറ് പറഞ്ഞു നിങ്ങൾ ഫോണിൻ്റെ ഇതിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കണം ICDS സൂപ്പർവൈസർ റാങ്ക് 1 പേര് ഉപ്പ്. അപ്പൊ ഞാൻ അതൊക്കെ വലിയ കാര്യത്തിൽ റാങ്ക് 1. അപ്പൊ ഞാൻ ആര് കണ്ടാലും എനിക്കൊരു നാണക്കേടും എന്നൊക്കെ തോന്നി. ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും ആട്ടെ അങ്ങനെ എഴുതി വെക്കാന്ന് പറഞ്ഞിട്ട് ഫോണില് ഉപയോഗിക്കുന്ന എല്ലാത്തിലും ഇങ്ങനെ എഴുതി ഒപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ അച്ചീവ് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ആ പേജൊക്കെ വായിച്ചു നോക്കുമ്പോ നമ്മൾ ആ വിഷ്വലൈസ് ചെയ്തതിനൊക്കെ ഒരു റിസൾട്ട്. 4:30 ആകുമ്പോ ഗ്രൂപ്പിലാണ് കണ്ടത് വന്നിണ്ട് എന്ന്. അപ്പൊ നമ്മുടെ ഇങ്ങനെ ഹൃദയമൊക്കെ ഇങ്ങനെ ഇടിപ്പ്. കാരണം ഇനിയുള്ളൊരു ഹോപ്പാണിത്. 3 പേജേ ഉള്ളൂ, 181 പേര്. ഇങ്ങനെ നോക്കി വന്നപ്പോ പേര് കാണാനില്ല. അപ്പൊ 56 മാർക്കും കൂടി വെച്ചിട്ടാ നോക്കണേ. പിന്നെ ഞാൻ മോളിന്ന് നോക്കിയോടെ അപ്പൊ കിടക്കുന്ന 4ാമത്തെ റാങ്ക്. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് വട്ടം ഇങ്ങനെ പ്രോസസ് ചെയ്തു. അത് അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോ അച്ഛയുടെ കണ്ണുന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നു. ICDS സൂപ്പർവൈസർ ലേഡി വാരിയേഴ്സിനെ ഓരോരുത്തരായിട്ട് നമ്മൾ പരിചയപ്പെടുകയാണ്. വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അഡ്വൈസിന്റെ മധുരം എത്തിയിട്ട് 2 ദിവസം ആയതുള്ളൂ അല്ലേ? അഡ്വൈസ് കൈ കിട്ടിയിട്ടില്ല, അഡ്വൈസ് വന്നിട്ടുണ്ട്. 4ാമത്തെ റാങ്ക് ഹോൾഡർ. മേഘയെ കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും മടിച്ചു നിൽക്കുന്ന ഒരു ഫേസ് ഉണ്ട്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ചലഞ്ച് വരുന്നൊരു ഫേസും. ICDS സൂപ്പർവൈസറിന് നേരത്തെ ഒരു സിലബസ് ഉണ്ടായിരുന്നു. സിലബസ് മാറിയതിന് ശേഷമാണ് സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയത് അല്ലേ? അപ്പോൾ ആദ്യ റാങ്കുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ചലഞ്ചിനെ കൃത്യമായിട്ട് നേരിട്ടാൽ മതി എന്നതിനൊരു കൃത്യമായ എക്സാമ്പിളാണ് മേഘ. മേഘയുടെ പഠനവിശേഷങ്ങൾ നിങ്ങൾ കാണണം, അവസാനം വരെ കാണണം, എല്ലാവരും കാണണം. അപ്പോൾ മേഘ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് മക്കളെ. താങ്ക് യു സർ. ഓക്കെ, ഈ ഒരു വിജയം നമ്മൾ അറിഞ്ഞ ആ മൊമെന്റ് ഒന്ന് അവർക്ക് വേണ്ടി ഒന്ന് പറയാം. ഞാൻ ഇതിനു വേണ്ടി, അതായത് പ്രൊബേഷൻ ഓഫീസറുടെ ഇന്റർവ്യൂവിന്റെ തലേ ദിവസമായിരുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഗ്രൂപ്പിൽ ഇങ്ങനെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ. അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ വരും, ഒരു മാസത്തിനുള്ളിൽ വരും. കാരണം ഓൾറെഡി 22 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വേഗം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പോയപ്പോ ആകെ ഒരു നെഗറ്റീവ്, അതായത് പ്രൊബേഷന്റെ ഇന്റർവ്യൂവിന്റെ ഒരു ടെൻഷൻ ഉണ്ട്, ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ ഇരിക്കണ്ടായിരുന്നേ. അപ്പൊ ഇങ്ങനെ അതിലിങ്ങനെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുമ്പോ അപ്പോഴാണ് സെക്രട്ടേറിയറ്റിന്റെ ഫൈനൽ വന്നത്. അപ്പൊ അതും എനിക്ക് നെഗറ്റീവായി, അതും പോയി എന്നുള്ളൊരു അവസ്ഥയിലെത്തി. കാരണം 7 ഡിലീഷൻ വന്നപ്പോ നമുക്ക് പോസിറ്റീവായിട്ടൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി ഒന്നും ആകെ ഒരു മൈൻഡ് ഔട്ട് ആയിരിക്കുമ്പോ സമയത്താണ് ഇങ്ങനെ ഗ്രൂപ്പ് എടുത്ത് നോക്കിയപ്പോ ആ ഒരു, അതായത് നമുക്ക് ഇന്റർവ്യൂല് ഇങ്ങനെ റാങ്ക് ലിസ്റ്റ്. അപ്പൊ 2 ദിവസം ഇങ്ങനെ ഞാൻ അങ്ങനെ ഫില്ല് ചെയ്തപ്പോഴും അത് മാത്രം ഒഴിച്ചു വിട്ടു. അപ്പൊ അച്ഛൻ ചോദിച്ചു ഇതെന്താ ഫില്ല് ചെയ്യാത്ത ചോദിച്ചപ്പോ പറഞ്ഞു അല്ല ഇനിയിപ്പോ 4 മണി വരെ സമയമുണ്ടല്ലോ, 5 മണി വരെ പിറ്റേ ദിവസം സമയമുണ്ട്, രാവിലത്തെ ബാച്ചാ ഞാൻ. അപ്പൊ അതിനുള്ളിൽ വന്നില്ലെങ്കിൽ ഓക്കെ നമുക്ക് ഫില്ല് ചെയ്ത് വിടാന്ന് വിചാരിച്ചു. അപ്പൊ എന്നിട്ട് ഞാൻ ഗ്രൂപ്പ് എടുത്തിട്ട് നോക്കുമ്പോ ഒരു 4:30 റാങ്ക് ലിസ്റ്റ്. അപ്പൊ ഞാൻ സൈറ്റിൽ, അതുവരെ ഉച്ചയ്ക്ക് ഞാൻ ട്രെയിനിലൊക്കെ പോകുമ്പോ സൈറ്റിൽ നോക്കി, അപ്പൊ ഒന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി വരണ്ടാവില്ല. 4:30 ആകുമ്പോ ഗ്രൂപ്പിലാണ് കണ്ടത് വന്നിണ്ട് എന്ന്. അപ്പൊ ഞാൻ അപ്പൊ നമ്മുടെ ഇങ്ങനെ ഹൃദയമൊക്കെ ഇങ്ങനെ ഇടിപ്പ്. അറിയില്ലല്ലോ നമ്മള്. അതിന് ഒരാഴ്ച മുന്നേ എനിക്ക് ഉറക്കണ്ടായിരുന്നില്ല. റിസൾട്ട് ഇപ്പൊ ഉണ്ടാവും എന്ന് വെച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇനിയുള്ളൊരു ഹോപ്പാണിത്. അപ്പൊ എന്നിട്ട് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെ അടിയിന്ന് ഇങ്ങനെ 3 പേജേ ഉള്ളൂ, 181 പേര്. ഇങ്ങനെ നോക്കി വന്നപ്പോ പേര് കാണാനില്ല. അപ്പൊ 56 മാർക്കും കൂടി വെച്ചിട്ടാ നോക്കണേ. മാർക്കും കൂടി വെച്ച് 56ന്റെ അവിടെ എത്തിയപ്പോ പിന്നെ ഞാൻ മോളിന്ന് നോക്കിയോടെ അപ്പൊ കിടക്കുന്ന 4ാമത്തെ റാങ്ക്. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് വട്ടം ഇങ്ങനെ പ്രോസസ് ചെയ്തു. അത് ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോ അച്ഛയുടെ കണ്ണുന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നു. അച്ഛൻ ഉറങ്ങായിരുന്നു. അപ്പൊ എന്നിട്ട് മേഘ CM തന്നെയല്ലേ, നിന്റെ പേര് തന്നെയല്ലേ എന്നൊന്ന് കൺഫേം ചെയ്തു. അപ്പൊ ഞാൻ അതെ വേറെ എന്നിട്ട് ഞാൻ 2 വട്ടം അടിച്ചു നോക്കി വേറെ മേഘ ഉണ്ടോ, അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് സെയിം ആണോ, ഇനി അത് ഇത് ഒക്കെ നോക്കി. അപ്പൊ നോക്കുമ്പോ മാർക്ക് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയായിരുന്നു. അപ്പൊ ഒരു എന്താ നമുക്കിങ്ങനെ പ്രോസസ് അപ്പൊന്നും ഞാൻ പ്രോസസ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞ ആ ഒരു സന്തോഷം. മറ്റേന്ന് ഭയങ്കര ടഫായിരുന്നു എക്സാം. മുന്നത്തേനൊക്കെ വെച്ച് നോക്കുമ്പോ എക്സാം ടഫായിരുന്നല്ലോ. എക്സാമിലേക്ക് വരാം. അതിനു മുന്നേ നമുക്ക് വിഷ്വലൈസേഷനെ കുറിച്ച് ഒന്ന് അവരുടെ അടുത്ത് പറയാം. കാര്യം നമ്മൾ എപ്പോഴും വെബിനാർ സെഷനിലൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യമാണ്, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഇരിക്കേണ്ട പൊസിഷൻ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത്. അത് സൈക്കോളജിയിൽ നിങ്ങൾ സൈക്കോളജി പഠിച്ച ആൾക്കാരുണ്ടോ അല്ലാത്ത ആൾക്കാരുണ്ടോ, സൈക്കോളജി പഠിച്ച ആൾക്കാരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കണം. നമ്മൾ എന്തായി തീരാൻ പോകുന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ആക്ഷൻസ് അതിനനുസരിച്ച് രൂപപ്പെടുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉള്ളൊരു ടെക്നിക്ക് മോൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, എന്താണ് അത്? ഞാൻ ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ സാറ് ഈ പറഞ്ഞോണം 1 മന്ത് മുന്നേ ഒരു വെബിനാർ വെച്ചിരുന്നു. നമ്മള് അതായത് 3 മാസത്തെ കോഴ്സായിരുന്നു. ഇപ്പൊ 2 മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ ആദ്യത്തെ ആവേശമൊക്കെ കഴിഞ്ഞ് നമ്മളിനി കുറെ ഇനി ഉണ്ട് എപ്പോഴും.
അപ്പോഴാണ് സാറിന്റെ വെബിനാർ, അത് മാത്രം ഞാൻ ലൈവ് കാണും. അപ്പൊ അങ്ങനെ അതിൽ കയറിയപ്പോ സാറ് പറഞ്ഞു, നിങ്ങള് ഫോണിന്റെ ഇതിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കണം ICDS സൂപ്പർവൈസർ റാങ്ക് 1, പേര് ഉപ്പ്. അപ്പൊ ഞാൻ അതൊക്കെ വലിയ കാര്യത്തില് റാങ്ക് 1. അപ്പൊ ഞാൻ ആര് കണ്ടാലും എനിക്കൊരു ഞാൻ ആരെങ്കിലും നാണക്കേടും എന്നൊക്കെ തോന്നി. പിന്നെ ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും ആട്ടെ, അങ്ങനെ എഴുതി വെക്കാന്ന് പറഞ്ഞിട്ട് ഫോണില് ഉപയോഗിക്കുന്ന എല്ലാത്തിലും ഇങ്ങനെ എഴുതി ഒപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ എക്സാം കഴിഞ്ഞപ്പോ അതൊക്കെ മാറ്റിയിട്ടാ. അത് കഴിഞ്ഞ പക്ഷെ ഞാൻ ഇങ്ങനെ ഡയറി എഴുതുമായിരുന്നു. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോ ഇല്ല ഇങ്ങനെ പോസിറ്റീവായിട്ട് ICDS ഇന്ന റാങ്ക് അങ്ങനെ വെറുതെ എഴുതും. പക്ഷെ ഇപ്പൊ അതൊക്കെ അച്ചീവ് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ആ പേജൊക്കെ വായിച്ചു നോക്കുമ്പോ നമ്മൾ ആ വിഷ്വലൈസ് ചെയ്തതിനൊക്കെ ഒരു റിസൾട്ട് എഫക്റ്റ് ആണ്. നമുക്കത് കോൺഷ്യസ്ലി അത് അങ്ങനെ ഇതാവുകയാണ് തോന്നുന്നു. അതെ, അതാവുമ്പോഴത്തേക്കും നമ്മൾ സംഭവിക്കാൻ നമ്മൾ അറിയാതെ നമ്മുടെ ആക്ഷൻസ് മോഡിഫൈ ചെയ്യും. അതെ അതെ, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള എഫക്റ്റ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ചെയ്യുക, ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാം. അതിനോടൊപ്പം ആദ്യമായിട്ട് എങ്ങനെയാണ് സഹകാരിയിലേക്ക് എത്തിപ്പെടുന്നത്? സഹകാരിയിലേക്ക് ഈ പറഞ്ഞ സിലബസ് മാറി നമ്മളിങ്ങനെ പാനിക് ആയിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പം നമ്മൾ അച്ഛൻ പറഞ്ഞു, എവിടെ ക്ലാസ് കിട്ടോ അവിടെ നിന്ന് എടുത്തോ, എവിടെ ബുക്ക് കിട്ടോ അവിടെ നിന്ന് വാങ്ങിക്കോ, അങ്ങനത്തെ ഒരു മൂഡ്. കാരണം നമ്മുടെ സബ്ജക്റ്റ് ആണ്, നമുക്ക് ക്രാക്ക് ചെയ്യാം. പിന്നെ ലേഡീസ് ഓൺലി ആണ്. അപ്പം ക്രാക്ക് ചെയ്യാൻ കുറച്ചും കൂടി പോസിബിലിറ്റീസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ അങ്ങനെ യൂട്യൂബിൽ തപ്പി. അപ്പോൾ സഹകാരി അപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങോട്ട് എടുത്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഓൾറെഡി ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ എടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റെസ്പോൺസ് വരാൻ വൈകിയപ്പോൾ ഞാൻ ഇത് കണ്ടു. അപ്പോൾ വെബിനാർ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ 3 മാസത്തെ കോഴ്സാണ്. ഭയങ്കര അതായത് സാറിനെ കണ്ടുമുട്ടിയപ്പോൾ തൊട്ട് സാറ് ഭയങ്കര പോസിറ്റീവായിട്ടാണ് സിലബസ് മാറിയത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ. അപ്പോൾ എനിക്കും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, സോഷ്യൽ വർക്ക് എനിക്ക് അനുകൂലമായിട്ടാണ് മാറിയത്. അപ്പൊ എനിക്ക് വേണ്ടി ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം മാറുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. കാരണം ഹോം സയൻസ് ഒക്കെ ഭയങ്കര വാസ്റ്റ് ആയിരുന്നു മുന്നത്തെ സിലബസിൽ. അതൊക്കെ ശരിക്കും ഭയങ്കര കുറച്ചും കൂടി സബ്ജക്ട് ഓറിയന്റഡ് ആയി. സൈക്കോളജിയാണ് കൂടിയത്, പക്ഷെ സ്റ്റിൽ അതിന് ഇട്ട എഫേർട്ടിനുള്ളത് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അങ്ങനെയായിരുന്നു. നമ്മളെ നമുക്ക് ഈ ഒരു സക്സസ് എന്ന് പറയുമ്പോഴത്തേക്കും, എസ്പെഷ്യലി നമുക്ക് ആദ്യത്തെ 10ലേക്ക് വരിക അല്ലെങ്കിൽ ആദ്യത്തെ 5ൽ ഒരാളാവുക എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ICDS സൂപ്പർവൈസർ എക്സാമിനേഷനിൽ നമുക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്ന ആരാണ്? ഏറ്റവും കൂടുതൽ നമ്മളെ ആ ഒരു സ്ട്രഗിൾസിലൊക്കെ കൂടെ നിൽക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്ത ആരൊക്കെയാണ്? അച്ഛൻ, അമ്മ, അനിയത്തി. കാരണം ഏറ്റവും മോശം ഫേസ് കണ്ടിട്ടുള്ളത് അവരാണ്. കാരണം നമ്മൾ PG കഴിഞ്ഞിട്ട് ജോലിക്ക് പോണ്ട, നീ എക്സാംസിന് പഠിച്ചോ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തൊരു ഫേസ് ഉണ്ട്. അത് നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, PSCക്ക് ഇരുന്നിട്ട് എന്താ കാര്യം. അതായത് ഇത്രയും 2 വർഷം ആയി, 2ാമത്തെ വർഷമാണ് എനിക്ക് ICDS സൂപ്പർവൈസറിന്റെ എക്സാം വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിരിക്കുമ്പോഴും ഇതിനൊരു റിസൾട്ട് ഉണ്ടാവണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ പിന്നെ അപ്പൊ അച്ഛൻ അങ്ങനെ എല്ലാ റിസോഴ്സും ഇനി അച്ഛൻ ട്രിവാൻഡ്രത്തേക്കൊക്കെ പോയി വരുമ്പോൾ ചിലപ്പോൾ ICDS സൂപ്പർവൈസറിന്റെയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുസ്തകം കിട്ടുമ്പോൾ അതും കൂടി കൊണ്ടുവരും. വായിച്ചിട്ടല്ല, ചിലപ്പോൾ അതൊന്നൊരു ചോദ്യം കിട്ടി അച്ഛൻ അങ്ങനെ പഠിച്ച് വന്നേക്കണേ. അപ്പൊ അങ്ങനെ. അതുപോലെ അമ്മ എന്ന് പറയുമ്പോൾ ചില ദിവസം ഒന്നും പഠിക്കാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോൾ കരച്ചിലായിരിക്കും. അപ്പൊ അമ്മ കിട്ടും എന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിക്കുന്ന ഒരാള്. അതുപോലെ അനീത്തി ഇതുപോലെ തന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ട് വന്നതാ. അപ്പൊ അവളും അതിങ്ങനെ ഒരു തരത്തിലും നമ്മളെ പഠിക്കുകയാണെങ്കിൽ പഠിച്ചോ എന്ന് പറഞ്ഞ് ഇതാക്കുന്ന. അതിൻ്റെ ഒപ്പമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്. ലൈക്ക് സഹകാരിയിൽ വന്ന് പെട്ടത് കൊണ്ട് കുറേ കാര്യങ്ങൾ ഈസിയായി. നമ്മൾ എന്താ പറയുക, ഒന്നും ഇങ്ങനെ തേടി പിടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൃത്യമായിട്ടുള്ള PDF കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, എക്സാം ഉണ്ട്. ശ്രുതി മാം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കോഴ്സ് കോർഡിനേറ്റർ ശ്രുതി മാം. എന്ത് ഡൗട്ട് ചോദിച്ചാലും ഒരു 2 മണിക്കൂർ മാക്സിമം മിസ് റിപ്ലൈ തന്നിരിക്കും. ഡൗട്ട് ആണെങ്കിലും ഇനി എന്തെങ്കിലും പ്രശ്നമാണ് അല്ല. പക്ഷെ മിസ് എടുത്ത ICDSന്റെ സ്കീമിനെ പറ്റിയിട്ടുള്ള ക്ലാസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര ക്ലാരിറ്റിയാണ്. അതിപ്പോ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പൊ എന്തെങ്കിലും ഇത് ശരിയല്ല, ഈ പരിപാടി ശരിയല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ കിട്ടിയിരിക്കും. അപ്പൊ നമ്മളെ ആരെങ്കിലും കേൾക്കുന്നുണ്ട് ആ ഒരു ഫേസിൽ, ചിലർ വർക്കിംഗ് ആയിരിക്കും. അപ്പൊ അതിനൊക്കെ ആ റിപ്ലൈ കിട്ടുക. അതുപോലെ സാറിന്റെ വെബിനാർ സെഷൻസ്, ആദ്യത്തെ ഒരു വെബിനാർ തൊട്ട് ലാസ്റ്റ് നമ്മൾ അവസാനിക്കുന്നത് വരെ ആ ഒരു മോട്ടിവേഷൻ, നമ്മൾ ഡൗൺ ആയി പോകുന്ന സമയത്താണ് സാറിൻ്റെ ഒരു മോട്ടിവേഷൻ സെഷനൊക്കെ കേട്ടിട്ടുള്ളത്. അങ്ങനെ അതൊരു ചില ദിവസം നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും, ചില ദിവസം പറ്റില്ല. അപ്പൊ അപ്പോഴും നമ്മളത് ആ ജേർണിയിൽ മുന്നോട്ട് പോകണ്ട. നമ്മൾ ഗീവ് അപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാടാണ്. ഓരോ ദിവസവും നമ്മൾ ഓരോ ഘട്ടഘട്ടമായിട്ട് വെച്ച് കെട്ടിയാലേ ഒരു വലിയ വീടുണ്ടാക്കാൻ പറ്റുള്ളൂ. അതെ അതെ. ഓക്കെ, നമ്മളെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജിന് വളരെ വലിയ വാല്യൂ ഉണ്ട്.
അപ്പോൾ ഇനി നമ്മൾ ICDS സൂപ്പർവൈസറിനും CDPOയ്ക്കും ഒക്കെ വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുണ്ട്, അവർക്ക് വേണ്ടിയുള്ള മെസ്സേജ് എന്താണ്? അതായത് നമ്മുടെ സ്ട്രഗിളിന് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു എൻഡ് റിസൾട്ട് ഉണ്ടായിരിക്കും. അത് ഡെഫിനറ്റ്ലി സ്റ്റിക്ക് ഓൺ ചെയ്യാം. അതായത് നമുക്ക് ഗീവ് അപ്പ് ചെയ്യാൻ തോന്നും, പലപ്പോഴും തോന്നും ഇത് ശരിയാവുന്നില്ല, ബട്ട് സ്റ്റിൽ ആ പാത്തിൽ തന്നെ പോവുക. വിജയം സുനിശ്ചിതമാണ്. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.